ബി.ജെ.പിയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഒരു കാര്യത്തെക്കുറിച്ചും പരസ്പര സംഘർഷമോ ആശയക്കുഴപ്പമോ ഇല്ല എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരൻ ഇന്നലെ ഘോരഘോരം പ്രസംഗിച്ചിരുന്നു. ഒന്ന് നേരെ നിരട്ടി വെളുത്തപ്പോഴേക്കും കോൺഗ്രസ് പാർട്ടിയിലുള്ളതിനേക്കാൾ വലിയ അടിയിലായിട്ടുണ്ട് ബി.ജെ.പിയിലെ അവസ്ഥ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം മത്സരിക്കുന്നതിനാണ് പാർട്ടിയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. ബി.ജെ.പി മത്സരിക്കേണ്ടതില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കം തുടരണമെന്നുമാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട്. എന്നാൽ ജയിക്കില്ലെങ്കിലും മത്സരിക്കണമെന്നാണ് മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം പറയുന്നത്. ഇതേ അഭിപ്രായമാണ് എൻ.ഡി.എ ഘടകകക്ഷികൾക്കുമുള്ളത്. അതേസമയം മണ്ഡലത്തിൽ കൂടുതൽ വോട്ടുകൾ നേടിയ ജി.ഡി.ജെ.എസ് മത്സരിക്കട്ടെ എന്ന വാദമാണ് ബി.ജെ.പി ഉന്നയിക്കുന്നത്. ബി.ഡി.ജെ.എസ് മത്സരിച്ചേക്കുമെന്ന സൂചന നൽകി ജില്ലാ നേതൃത്വം രംഗത്ത് വന്നിട്ടുമുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന സൂചന നൽകി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു. പണവും സമയവും മുടക്കുന്ന അനാവശ്യ തെരഞ്ഞെടുപ്പാണിതെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവന. ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണെന്നും സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിരുന്നു. അതേസമയം തോറ്റുപോയാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന നിലപാടിലാണ് ബി.ജെ.പിയിലെ പ്രധാന നേതാക്കളടക്കം നിൽക്കുന്നത്. മത്സര രംഗത്ത് സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കണമെന്ന ആഗ്രഹം തന്നെയാണ് എൻ.ഡി.എ ഘടകകക്ഷികൾക്കുമുള്ളത്. 7 മാസം ഭരണകാലത്തേക്കായുള്ള ഒരു തെരഞ്ഞെടുപ്പ് അനാവശ്യമാണെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പക്ഷം. ന്യൂനപക്ഷം കൂടുതലുള്ള പ്രദേശമാണ് നിലമ്പൂർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും അവിടെ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുമില്ല. ബി.ഡി.ജെ.എസ് പോലുള്ള സഖ്യകക്ഷികളുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് പരിഗണിക്കുമെന്നും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ചതാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരൻ ഉയർത്തിയ ആരോപണം. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാനും മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുകയാണെന്നും അതിനാൽ ആരെങ്കിലും ജയിച്ചാലും കേരളത്തിന് ഒരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയില്ലെന്നും ബി.ജെ.പി അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പോലും വേണ്ടെന്ന അഭിപ്രായമാണ് ആദ്യം ഉണ്ടായിരുന്നതെങ്കിലും മാറി നിന്നാൽ വോട്ട് മറിച്ചെന്ന ആരോപണം ഉണ്ടാകുമെന്ന വാദത്തെ തുടർന്നാണ് നിലപാടിൽ ചെറുതായൊന്ന് വെള്ളം ചേർത്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിച്ച ബി.ജെ.പിക്ക് 2016 ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥി നേടിയ വോട്ട് ലഭിച്ചിരുന്നില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ബി.ഡി.ജെ.എസ് ആകട്ടെ എന്ന വാദം ബി.ജെ.പി കേന്ദ്രത്തിൽ നിന്നും ഉയരുന്നത്. ബി.ഡി.ജെ.എസ് ഇന്ന് അവരുടെ തീരുമാനം ബി.ജെ.പിയെ അറിയിക്കും. നിലമ്പൂരിന്റെ കാര്യത്തിൽ എൻ.ഡി.എ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്. എല്ലാ നേതാക്കന്മാരുടെയും അഭിപ്രായം പരിഗണിക്കും. പാർട്ടി സ്ഥാനാർത്ഥി, എൻ.ഡി.എ സ്ഥാനാർത്ഥി, സ്വതന്ത്ര സ്ഥാനാർത്ഥി തുടങ്ങിയ പല മാർഗങ്ങളും മുന്നിലുണ്ട്. ജയിക്കാൻ വേണ്ടിയല്ല മത്സരിക്കാൻ വേണ്ടി മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നതെന്നും രാജീവ് ചന്ദ്രശേഖരൻ പറയുകയുണ്ടായി. അതങ്ങനെ എടുത്തു പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല നേതാവേ. നിങ്ങൾ നിൽക്കുന്നത് തന്നെ ജയിക്കാൻ വേണ്ടിയല്ല എന്ന് ശ്രീനിവാസൻ പറയുന്നത് പോലെ ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയുന്ന കാര്യമാണ്.